കോഴിക്കോട് താമരശ്ശേരിയിൽ മാതാവിനെ വെട്ടിക്കൊലപ്പെടുത്തിയ സംഭവത്തിൽ പ്രതി ആഷിഖിനെ കസ്റ്റഡിയിൽ വിട്ടുകിട്ടാൻ അപേക്ഷ നൽകി. 4 ദിവസത്തേക്കാണ് കസ്റ്റഡി ആവശ്യപ്പെടുക. വിവരങ്ങളുമായി അഭിന പിച്ചറക്കൽ ചേരുന്നുണ്ട്. അഭിന, അതായത് മാതാവിനെ വെട്ടിക്കൊലപ്പെടുത്തിയ സംഭവം എന്ന് പറയുന്നത് വളരെ ദുഃഖകരമായിട്ടുള്ള ഒരു കാര്യം തന്നെയായിരുന്നു. ഒപ്പം തന്നെ നിയമസഭയിലടക്കം ഈ വിഷയം കഴിഞ്ഞ ദിവസം ഉന്നയിക്കുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. പ്രത്യേകിച്ചും ഈ ലഹരിയുമായി ബന്ധപ്പെട്ട് യുവാക്കളിലെ ലഹരി ഉപയോഗം കൂടുന്നു എന്നുള്ള തരത്തിലൊക്കെ തന്നെ വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യം അതിപ്പോഴും നിലനിൽക്കുന്നു സംസ്ഥാനത്ത്. എന്തായാലും ഇന്നിപ്പോൾ കസ്റ്റഡി അപേക്ഷ നൽകിയിരിക്കുന്നു. ഏതൊക്കെ രീതിയിലായിരിക്കും ചോദ്യം ചെയ്യൽ നടപടികൾ ഉണ്ടാവുക? അന്വേഷണം എങ്ങനെയൊക്കെ പുരോഗമിക്കുന്നു? ഭദ്ര, നിലവിൽ കഴിഞ്ഞ ദിവസം ജില്ലാ ജയിലിൽ കഴിഞ്ഞു വരികയായിരുന്ന പ്രതി ആഷിഖിനെ ഈ മാനസിക വിഭ്രാന്തി കാണിച്ചതിനെ തുടർന്നാണ് കുതിരവട്ടം മാനസികാരോഗ്യ കേന്ദ്രത്തിലേക്ക് മാറ്റുന്നത്. പിന്നീടാണ് പോലീസ് പ്രതിയെ 4 ദിവസത്തേക്ക് കസ്റ്റഡിയിൽ ലഭിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് താമരശ്ശേരി പോലീസിൽ കസ്റ്റഡി അപേക്ഷ നൽകുന്നത്. പക്ഷേ ഈ മാനസികാരോഗ്യ കേന്ദ്രത്തിൽ നിന്നും ഒരു സുപ്രധാനമായ റിപ്പോർട്ട് ലഭിച്ചതിന് ശേഷം മാത്രം പ്രതിയെ കസ്റ്റഡിയിലേക്ക് നൽകൂ എന്നുള്ള ആ ഒരു നിലപാടിൽ തന്നെയാണ് ആശുപത്രി അധികൃതർ ഉള്ളത് എന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നത്. നിലവിൽ പോലീസ് ഈ ഒരു വിഷയത്തിൽ പറയുന്നത് പ്രതിക്ക് യാതൊരു മാനസിക പ്രശ്നങ്ങളും ഇല്ല, മാനസികപരമായി യാതൊരു പ്രയാസങ്ങളും നേരിടുന്ന ഒരു വ്യക്തിയല്ല എന്നുള്ളത് തന്നെയാണ് പോലീസിന്റെ ഒരു കണ്ടെത്തൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രധാനമായും ഈ പ്രതിയുടെ കുറ്റകൃത്യം തന്നെയാണ് പോലീസിനെ ഈ ഒരു നിഗമനത്തിലേക്ക് എത്തിക്കുന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ. കാരണം ഈ ഒരു കുറ്റകൃത്യം നടക്കുന്നത് പ്രതി കൃത്യമായി പ്ലാനിങ്ങോട് കൂടിയാണ് ചെയ്തത് എന്നുള്ളത് തന്നെയാണ് പോലീസിന്റെ ഒരു പ്രാഥമിക നിഗമനം. അതായത് പ്രതി ബാംഗ്ലൂരിൽ നിന്നും തൻ്റെ സ്വന്തം വീട്ടിലേക്കല്ല എത്തിയിട്ടുള്ളത്, പ്രതിയുടെ അമ്മയുടെ സഹോദരിയുടെ വീട്ടിലേക്കാണ് പ്രതി ഈ ഒരു കുറ്റകൃത്യം ചെയ്യുന്നതിനായി എത്തിയിട്ടുള്ളത്. അത് ഈ ഒരു വീടിൻ്റെ തൊട്ട് അയൽപ്പക്കത്ത് നിന്നും കത്തി വാങ്ങിയിട്ട് എന്തിനാണ് കത്തി എന്ന് ചോദിക്കുമ്പോൾ പ്രതി പറയുന്നത് തേങ്ങ പൊളിക്കാനാണെന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു ഈ ഒരു കത്തി വാങ്ങിക്കുന്നതും പിന്നീട് ഈ ഉമ്മാന്റെ പക്കലെത്തി ഉമ്മാനെ വെട്ടിക്കൊലപ്പെടുത്തുകയുമാണ് ചെയ്തിട്ടുള്ളത്. തുടർന്ന് ഈ കത്തി കഴുകി കൊടുക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത്. ഇതിൽ നിന്നുമാണ് പോലീസ് ഇത്തരത്തിലൊരു നിഗമനത്തിലേക്ക് എത്തുന്നത്. അതുകൂടാതെ തന്നെ പ്രതി പല തവണയും ഉമ്മയുടെ കയ്യിൽ നിന്നും സുബൈദയുടെ കയ്യിൽ നിന്നും പല പണം ആവശ്യപ്പെട്ടിരുന്നതായും ഈ കുടുംബാംഗങ്ങളും അതുപോലെ തന്നെ നാട്ടുകാരും പറയുന്ന ഒരു സാഹചര്യം തന്നെയാണ് ഉണ്ടായിരുന്നത്. അതുകൂടാതെ തന്നെ താമരശ്ശേരിയിലെ സ്വന്തം വീടായ ഈ ആഷിഖും ഉമ്മയും താമസിച്ചിരുന്ന വീടും സ്ഥലവും വിൽക്കണമെന്നും അതുപോലെ തന്നെ വിറ്റ് കിട്ടുന്ന പണം തനിക്ക് നൽകണമെന്നുമായിരുന്നു ഈ പ്രതിയായിട്ടുള്ള ആഷിഖിന്റെ ഒരു പ്രധാനപ്പെട്ട ഒരു ആവശ്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുമായി സംബന്ധിച്ച പല തർക്കങ്ങളും വീട്ടിൽ ഉണ്ടായിരുന്നതായും കുടുംബാംഗങ്ങളും അതുപോലെ തന്നെ മറ്റു നാട്ടുകാരുൾപ്പെടെ പറയുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. അതുകൂടാതെ തന്നെ ഉമ്മാനെ കൊലപ്പെടുത്തുമെന്നുള്ള കൊലവിളി പല തവണ വീട്ടിൽ നിന്നും അതുപോലെ തന്നെ പുറത്ത് വെച്ച് ഉണ്ടായിരുന്നതായും നാട്ടുകാരും കുടുംബാംഗങ്ങളും വെളിപ്പെടുത്തുന്ന ഒരു സാഹചര്യം തന്നെയാണ് ഉണ്ടായിരുന്നത്. പക്ഷേ ഏറ്റവും വിചിത്രം എന്ന് പറയട്ടെ, അല്ലെങ്കിൽ ഞെട്ടിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അന്ന് ഈ ഒരു കൊലപാതകം കഴിഞ്ഞ് നാട്ടുകാർ പിടികൂടുന്ന ഒരു സമയത്ത് പോലും പ്രതി മൊഴി നൽകിയിരുന്നത്, അല്ലെങ്കിൽ പ്രതി പറഞ്ഞിരുന്നത് തനിക്ക് ജന്മം നൽകിയതിനുള്ള ശിക്ഷയാണ് താൻ ഇപ്പോൾ നടപ്പിലാക്കിയത് എന്നുള്ളത് തന്നെയായിരുന്നു. പിന്നീട് പോലീസും ഈ പ്രതിയെ തെളിവെടുപ്പിനല്ല ഈ പ്രതിയെ ഈ കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് മെഡിക്കലിന് വേണ്ടി കൊണ്ട് എത്തിക്കുമ്പോൾ പോലും പ്രതി പറഞ്ഞിരുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തനിക്ക് ജന്മം നൽകിയതിനുള്ള ശിക്ഷയാണ് താനിപ്പോൾ നടപ്പിലാക്കിയത് മൊഴിയിൽ ഉറച്ചു നിൽക്കുന്നതായിരുന്നു പ്രതിയുടെ മറുപടികൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അതുകൂടാതെ തന്നെ മെഡിക്കലിന് കൊണ്ടുവരുന്ന സമയത്ത് പോലും പ്രതിക്ക് യാതൊരു ഭാവവ്യത്യാസമോ അല്ലെങ്കിൽ താൻ വലിയൊരു കുറ്റകൃത്യമാണ് നടപ്പിലാക്കിയത് എന്നുള്ള രീതിയിൽ യാതൊരു ഭാവവ്യത്യാസം പോലും പ്രതിയുടെ മുഖത്ത് പോലും ഉണ്ടായിരുന്നില്ല എന്നുള്ളതായിരുന്നു. ആ ഒരു രീതിയിലായിരുന്നു പ്രതിയുടെ ഭാവങ്ങളും അതുപോലെ തന്നെ മറ്റ് നടപടിക്രമങ്ങളെല്ലാം എന്ന് വേണമെങ്കിൽ പറയാം. ആ ഒരു രീതിയിലായിരുന്നു മാധ്യമപ്രവർത്തകരോട് പോലുള്ള ആ പ്രതിയുടെ ഒരു സമീപനം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് ഈ പോലീസ് കൃത്യമായ രീതിയിൽ പ്രതിക്ക് മാനസികപരമായിട്ടുള്ള മറ്റു പ്രശ്നങ്ങളൊന്നുമില്ല എന്നുള്ളൊരു കണ്ടെത്തലിലേക്ക് എത്തുന്നത്. അതുകൂടാതെ തന്നെ ഈ പ്രതിയെ കസ്റ്റഡിയിൽ ലഭിച്ചതിന് ശേഷം മാത്രമേ ഈ പ്രതിക്ക് എവിടെ നിന്നാണ് മയക്കുമരുന്ന് ലഭിച്ചിട്ടുള്ളത് അല്ലെങ്കിൽ പ്രതിക്ക് ഒപ്പം മറ്റാരെങ്കിലും ഉണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ അന്വേഷണത്തിന് വിധേയമാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പ്രതിയെ കസ്റ്റഡിയിൽ ലഭിച്ചതിന് ശേഷം മാത്രമേ ഇക്കാര്യങ്ങൾ നടത്തുകയുള്ളൂ. അതുകൂടാതെ തന്നെ ഈ പ്രതിയുടെ പഠനകാലത്തെയും അതുപോലെ തന്നെ മറ്റ് സുഹൃത്ത് ബന്ധങ്ങൾ, മറ്റു കുടുംബാംഗങ്ങൾ തുടങ്ങിയ ആളുകളിൽ നിന്നെല്ലാം മൊഴിയെടുക്കേണ്ടതുണ്ട് എന്നുള്ളതും പോലീസ് വ്യക്തമാക്കിയിട്ടുണ്ട്. ഭദ്ര, അഭിന, നിലവിൽ ആഷിഖ് ഈ കുതിരവട്ടം മാനസികാരോഗ്യ കേന്ദ്രത്തിലല്ലേ ഉള്ളത്?
തീർച്ചയായും ജില്ലാ ജയിലിലായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ആഷിഖ് ഉണ്ടായിരുന്നത്. പിന്നീട് ആഷിഖ് മാനസിക വിഭ്രാന്തി കാണിച്ചതിനെ തുടർന്നാണ് ഇപ്പോൾ ആഷിഖിനെ കുതിരവട്ടം മാനസികാരോഗ്യ കേന്ദ്രത്തിലേക്ക് മാറ്റിയിട്ടുള്ളത്. ഇനി ഈ ഒരു ആശുപത്രിയിൽ നിന്നും ഒരു റിപ്പോർട്ട് ആഷിഖിന് മാനസിക പ്രശ്നങ്ങളൊന്നും ഇല്ല, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ മാനസിക വിഭ്രാന്തി കാണിച്ചിട്ടുള്ള വ്യക്തിയാണ് തുടങ്ങി ഏതെങ്കിലും തരത്തിൽ അങ്ങനെ ഒരു റിപ്പോർട്ട് വന്നതിന് ശേഷം മാത്രമേ മറ്റ് നടപടികൾ ഉണ്ടാകൂ എന്നുള്ളതാണ് അറിയാൻ സാധിച്ചിരിക്കുന്നത്. എന്നാൽ ഈ ആഷിഖിന് മാനസികമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട് എന്നുള്ളതായിരുന്നു കുടുംബം നേരത്തെ മുന്നോട്ട് വെച്ചിരുന്നൊരു കാര്യം. പക്ഷേ പോലീസ് ഈ ഒരു വിഷയത്തിൽ പറയുന്നത് പ്രതിക്ക് മാനസികപരമായിട്ടുള്ള ഒരു പ്രശ്നങ്ങളുമില്ല, ലഹരിക്ക് അടിമപ്പെട്ടതുകൊണ്ടാണ് ഇത്തരത്തിലൊരു മാനസികമായിട്ട് പ്രശ്നങ്ങൾ പുറപ്പെടുവിക്കുന്നത് എന്നുള്ളതാണ് പോലീസ് വ്യക്തമാക്കുന്നത്. അതിനായി നേരത്തെയും ഈ മെഡിക്കലിന് കൊണ്ടുവരുമ്പോൾ പോലും പ്രതിയുടെ ശരീരത്തിൽ എത്രത്തോളം ഈ ലഹരി ഉണ്ട് എന്നുള്ളത് അറിയാനായിട്ടുള്ളൊരു ടെസ്റ്റുകൾ അടക്കം നടത്തിയിട്ടുണ്ടായിരുന്നു. ഈ ടെസ്റ്റിൻ്റെ ഒരു റിപ്പോർട്ട് വന്നതിന് ശേഷം മാത്രമായിരിക്കും മറ്റ് നടപടികളും പൂർത്തീകരിക്കാനാവൂ എന്നുള്ളതാണ് പോലീസും അറിയിച്ചിട്ടുള്ളത്. നിലവിൽ പ്രതിയുടെ നഖം, അതുപോലെ തന്നെ മുടി തുടങ്ങിയവയെല്ലാം ശേഖരിച്ചിട്ടുണ്ട്. അതിൻ്റെ റിപ്പോർട്ട് ഇതുവരെയും പുറത്തു വന്നിട്ടില്ല. ഈ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലും കൂടാതെ ഈ കുതിരവട്ടം മാനസികാരോഗ്യ കേന്ദ്രത്തിലെ റിപ്പോർട്ട് അനുസരിച്ചായിരിക്കും മറ്റ് നടപടികൾ ആരംഭിക്കുക. നിലവിൽ പോലീസ് ഇപ്പോൾ താമരശ്ശേരി പോലീസ് ഇപ്പോൾ കസ്റ്റഡി അപേക്ഷ നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നത്. ഭദ്ര. ശരി, അഭിന പി ചിറക്കിലാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകുന്നത്. കോഴിക്കോട് താമരശ്ശേരിയിൽ കഴിഞ്ഞ ദിവസം മാതാവിനെ വെട്ടിക്കൊലപ്പെടുത്തിയ സംഭവത്തിലെ പ്രതി ആഷിഖിനെ കസ്റ്റഡിയിൽ വിട്ടുകിട്ടാനുള്ള അപേക്ഷ പോലീസ് നൽകിയിട്ടുണ്ട്. 4 ദിവസത്തേക്കാണ് കസ്റ്റഡി ആവശ്യപ്പെടുക. അതേസമയം നിലവിൽ ഈ ആഷിഖ് കഴിയുന്നത് കുതിരവട്ടം മാനസികാരോഗ്യ കേന്ദ്രത്തിലാണ്. ചില മാനസിക വിഭ്രാന്തികളൊക്കെ കാണിച്ചതിനെ തുടർന്നാണ് ഈ പ്രതിയെ ഈ കേന്ദ്രത്തിലേക്ക് മാറ്റിയിട്ടുള്ളത്. പക്ഷേ പോലീസിന്റെ ഒരു പ്രാഥമിക നിഗമനം എന്ന് പറയുന്നത് ലഹരി ഉപയോഗിച്ചത് കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള പ്രശ്നങ്ങൾ മാത്രമാണ്, അല്ലാതെ മാനസികമായി യാതൊരുവിധ പ്രശ്നവുമില്ല എന്ന് പ്രാഥമികമായി പോലീസ് പറയുന്നുണ്ട്. പക്ഷെ അത് ഉറപ്പിക്കാൻ സാധിക്കില്ല, കാരണം നമുക്ക് ഡോക്ടർമാരുടെ ഒരു റിപ്പോർട്ട് ലഭിക്കേണ്ടതുണ്ട്. അതിനുശേഷമായിരിക്കും ഇനി തുടർ നടപടികളിലേക്ക് കടക്കുക. ഒപ്പം തന്നെ കസ്റ്റഡി ആവശ്യപ്പെട്ടതുകൊണ്ട് തന്നെ കസ്റ്റഡിയിൽ വിട്ടുകിട്ടുന്ന പക്ഷം കൂടുതൽ ചോദ്യം ചെയ്യൽ നടപടികളിലേക്ക് കാര്യങ്ങൾ കടക്കും. ഒപ്പം ഇയാൾ ബാംഗ്ലൂരുവിലായിരുന്നു. അവിടെ ഏത് തരത്തിലുള്ള കൂട്ടുകെട്ട് ഇയാൾക്ക് ഉണ്ടായിരുന്നു, ഏതെങ്കിലും തരത്തിൽ മയക്കുമരുന്ന് ലോബിയുമായി ബന്ധമുണ്ടോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇനി പോലീസ് അന്വേഷിക്കും എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്.